നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇച്ചുമോനെ, നീ എന്തിനാണ് അച്ഛൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നേ? നമ്മുടെ വീട് അതല്ലേ? നിനക്കും നിന്റെ അച്ഛമ്മേനെ പേടിയാണോ? കുഞ്ഞിനെന്തറിയാം മോളെ. എന്താ പ്രശ്നമെന്ന് നീ ഞങ്ങളോട് പറ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്നോട് ചോദിക്കാതെ ഇന്ദ്രേട്ടനൊരു തീരുമാനം എടുത്തതിന് ഞാനൊന്ന് വരട്ടെന്നേ ഉള്ളൂ. അത് വിശ്വസിക്കാൻ മാത്രമേ മണ്ടന്മാരൊന്നുമല്ല ഞങ്ങള്. ഞങ്ങളറിയാത്ത എന്തോ ഒരു പ്രശ്നം ഇന്ദ്രേട്ടനും അനുചേച്ചിക്ക് ഇടയിൽ പുകയുന്നുണ്ട്. അതെ മോളെ, ഇന്ദ്രൻ ഇതുവരെ വലിയ സന്തോഷത്തിലായിരുന്നു. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി. വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ഇന്ദ്രന്റെ തീരുമാനം തെറ്റാണെന്ന് മോൾക്ക് തോന്നാൻ എന്താ കാരണം? എനിക്കങ്ങനെ തോന്നി ഭാനുമ്മ. കാരണമൊന്നും ഇപ്പൊ ആരും എന്നോട് ചോദിക്കണ്ട. കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇന്ദ്രേട്ടനോട് ഞാൻ അങ്ങനെ പെരുമാറിയത്. ചേച്ചി, ഇന്ദ്രേട്ടനും അനുചേച്ചി തമ്മിലുള്ള പ്രശ്നം അവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾ തമ്മിൽ തീർക്കുകയോ തീർക്കാതിരിക്കുകയോ ചെയ്തോ? രഘുവേട്ടന്റെ അവസ്ഥ എന്താ? രഘുവേട്ടൻ എല്ലാരും കൂടി പഞ്ചരത്നത്തിൽ നിന്ന് ഇറക്കി വിട്ടാണോ? അതെന്താ മഞ്ചാടി നീ അങ്ങനെ ചോദിച്ചത്? രഘുവേട്ടൻ കമ്പനി നോക്കി നടത്താൻ വേണ്ടിയല്ലേ പഞ്ചരത്നത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? അതൊക്കെ ആയിരിക്കാം. പക്ഷെ രഘുവേട്ടന് ഇവിടെ കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാ. ദാസങ്ങളുടെ വീട്ടിലിപ്പോ രഘുവേട്ടന് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെ വന്നിരുന്നു. ഇന്ദ്രേട്ടനും അനുചേച്ചിയും ഇനി മുതൽ ഇവിടെ താമസിക്കാൻ പോവാന്ന് തോന്നിയപ്പോ പിന്നെ വന്നില്ല. രഘുവേട്ടനെ പഞ്ചരത്നത്തിൽ കയറ്റാതിരുന്ന രഘുവേട്ടന്റെ വഴി രഘുവേട്ടൻ നോക്കും. മഞ്ചാടി നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം പറ മോളെ, രഘുവിന് ഇവിടെ താമസിക്കാൻ വേണ്ടിയാണോ ഇന്ദ്രന്റെ കൂടെ ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് നീ തീരുമാനിച്ചത്? അയ്യോ, സത്യമായിട്ട് അങ്ങനെയൊന്നും അല്ല ഭാനുമ്മേ. ഞാനും ഇന്ദ്രേട്ടനെ ഇവിടെ താമസിക്കുമ്പോ രഘുവേട്ടനെ ഇവിടെ താമസിച്ച എന്താ കുഴപ്പം? അതുകൊണ്ടൊന്നും അല്ല ഭാനുമ്മേ. പിന്നെ എന്തിനാ ചേച്ചി ഇന്ദ്രേട്ടനെ പിണക്കിയത്? ഇന്ദ്രേട്ടൻ അങ്ങനെ പിണങ്ങിയിട്ടൊന്നും ഇല്ല മഞ്ചാടി. ഞാനറിയാതെ ഇന്ദ്രേട്ടനൊരു കാര്യം ചെയ്തതിന് ചെറിയൊരു ഷോക്ക് കൊടുത്തതാ ഞാൻ. ഇന്ദ്രേട്ടൻ ഇന്ന് തന്നെ വന്ന് എന്നോട് തുറന്നു പറയും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നവും തീരും. ശരി, തീർന്നാ കൊള്ളാം. രഘുവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ചേച്ചി അന്വേഷിച്ചറിഞ്ഞോ? ഞാൻ പോവാ. ഭാനുമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കും ഇത്രയൊക്കെ അറിയൂ മോളെ. ഒന്ന് ഭാനുവമ്മ പറയാം. എന്തും കൈയൊഴിയാൻ എളുപ്പമാ, പക്ഷേ ഒന്നും തിരിച്ചു പിടിക്കാൻ അത്ര എളുപ്പമല്ല. എത്തിയോ? രാവിലെ നിങ്ങൾ വരുമെന്നാണല്ലോ അച്ഛൻ പറഞ്ഞേ. ഉച്ചയായിട്ടും കാണാത്തപ്പോ നിങ്ങൾ ഇന്ന് വരില്ലായിരിക്കുമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞു. അച്ഛൻ രാത്രി പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാ ശബരേട്ടന് വരാൻ പറ്റുമോ ചേച്ചി? ഒരു ബിസിനസ് നോക്കി നടത്തുന്ന ആളല്ലേ അല്ലേ ശബരേട്ട? നാളെ രാവിലെ ബ്യൂട്ടി പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുക. കാലത്ത് 9 മണിക്ക് പോയാ 12 മണിക്ക് വരും. ഇപ്പൊ തന്നെ ശബരേട്ടൻ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങള് ദേ മാനേജറെ ഏൽപ്പിച്ചിട്ടാ വരുന്നത്.
അല്ലേ ശബരേട്ടാ? ഓ, ശബരിക്ക് അത്രയ്ക്ക് തിരക്കായിരുന്നെങ്കിലേ ദേ രാവിലെ ബസ് കയറ്റി വിട്ടാ മതിയായിരുന്നല്ലോ. എന്തായാലും ഉണ്ണിക്കുട്ടനെ കൂട്ടാത്ത സ്ഥിതിക്ക് ഇവക്ക് ഒറ്റയ്ക്ക് വരാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാ ചേച്ചി, ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. ഞാൻ തനിച്ചു വന്ന അച്ഛനും ചേച്ചിമാരെ എന്ത് വിചാരിക്കുന്ന ശബരേട്ടന്റെ പേടി. ആ, രണ്ടുപേരും ഒരുമിച്ച് വരുന്നത് അതിന്റെ ഒരു ഭംഗി. വാ. അല്ല, നീ ബ്യൂട്ടി പാർലറിൽ പോയത് മറച്ചു വെച്ചിട്ട് താമസിച്ചു വന്നതിന്റെ പഴി എന്റെ തലയിൽ കെട്ടിവെച്ചല്ലേ? ശബരിയേട്ടൻ കാരണം വരാൻ വൈകിയ അതൊരു കുറ്റമല്ല. പക്ഷെ ഞാൻ കാരണം വൈകിയ അതൊരു വലിയ അപരാധമായിരിക്കും. ശബരിയേട്ടൻ വാ. ആ അതെ, ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങുന്നതേ. ഇപ്പൊ തന്നെ പോയാ എനിക്ക് ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ പറ്റും. എന്താ രണ്ടാളും അവിടെ നിന്നൊരു സ്വകാര്യം പറിച്ചില്? ഇതാ വരുന്നേ ചേച്ചി. കേറി വാ. ഞാൻ ഉടനെ തിരിച്ചു പോകുമെന്ന് പറയായിരുന്നു. ഇതുവരെ വന്ന സ്ഥിതിക്ക് ചിരുവിനെയും കുഞ്ഞിനെയും കണ്ടിട്ടല്ലേ പോകൂ. അത്രേ ഉള്ളൂ. അവരെ കാണാതെ എന്തായാലും ഞാൻ പോവില്ല. ആ ശരി, ശബരിയും കുട്ടി നീ ചീരുന്റെ റൂമിലേക്ക് ചെല്ലുതേ. ഞാൻ അപ്പോഴേക്കും ചായ എടുക്കാം. ശരി. ശബരേട്ടാ വാ. ചിരി ചേച്ചി ആ മുറിയിലായിരിക്കും. വാ. ചിരി ചേച്ചി, ചേച്ചി കേറി വാ. ആ മോൻ ഓർക്കാണോ ചിരു? ഇല്ലില്ല, ഇപ്പൊ ഉണർന്നതേ ഉള്ളൂ. ശബരി ഇരിക്കും. വാവേ, വാവേ. ആരാ വന്നെന്ന് നോക്കിയേ. അച്ഛൻ രാവിലെ ശബരിയെ വിളിച്ചു നോക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ, ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. ആ, അനുചേച്ചി രാവിലെ തിരിച്ചു പോയല്ലേ? ആ അതെ, ആ അവിടെ എത്തിന്ന് പറഞ്ഞ് ചേച്ചി അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛൻ എവിടെ ചേച്ചി? മുറിയിലാണോ? അച്ഛൻ പുറത്തു പോയിരിക്കതേ. ആ ഇനിയിപ്പോ അമ്പലത്തിലെ ദീപാരാധനയൊക്കെ കഴിഞ്ഞേ വരും. ശബരി ഇന്ന് പോവില്ലല്ലോ അല്ലേ? അയ്യോ, എനിക്ക് പോണം ചിരു. പോയിട്ട് അത്യാവശ്യമുണ്ട്. പിന്നെ ഞാനിവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഈ ശബരിയേട്ടന് സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വലിയ മടിയാ ചേച്ചി. ശബരിയേട്ടൻ അവിടെ ഇല്ലെങ്കിൽ ആ വീടിന് മുകളില് ആകാശം ഇടിഞ്ഞു വീഴുമെന്നാ വിചാരം. ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ല. അച്ഛന്റെ കാര്യത്തില് എനിക്ക് എപ്പോഴും ടെൻഷനാണ് ചിരു. വയ്യാത്തതല്ലേ, എപ്പോഴും ഒരു ശ്രദ്ധ വേണം. അച്ഛനെ ശ്രദ്ധിക്കാൻ ശബരിയേട്ടന് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം ഉള്ളത്. അവിടെ മൂത്ത മോളും ഭർത്താവും രണ്ടാമത്തെ മകന്റെ ഭാര്യയൊക്കെ ഇല്ലേ? മൂത്ത മകളുടെയും ഭർത്താവിന്റെയും കാര്യം വിടുതേ. അവരുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. മുറി കയറി വാതിലടച്ച പുറത്തെന്ത് നടന്നാലും അവർ വാതിൽ തുറക്കില്ല.